തൊഴിലാളി സമരം നടന്ന കോട്ടയം റബ്കോയിലെ CITU യൂണിയനിൽ നിന്ന് തൊഴിലാളികളുടെ കൂട്ടരാജി. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. 103 തൊഴിലാളികളാണ് രാജിവെച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് ഈ രാജിവെച്ച തൊഴിലാളികൾ പറയുന്നത്? വേണു, കഴിഞ്ഞ 2 മാസം നവംബർ ഡിസംബർ മാസങ്ങളിലെ ശമ്പളമാണ് റബ്കോയിലെ തൊഴിലാളികൾക്ക് മുടങ്ങിയത്. ഇതേ തുടർന്ന് അവർ പ്രത്യക്ഷ സമരത്തിലേക്കും പോയി. 75 ദിവസത്തോളം ശമ്പളം ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോയത്. എന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക തൊഴിലാളി സംഘടനയായിട്ടുള്ള CITUവിന്റെ അംഗങ്ങളാണ് ഈ തൊഴിലാളികളെല്ലാം തന്നെ. മറ്റ് യൂണിയനുകൾ, ട്രേഡ് യൂണിയനുകളൊന്നും തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല. കാരണം CPMന്റെ അധീനതയിലുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഈ നേതൃത്വത്തോട് CITU നേതൃത്വത്തോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഒരു പരിഹാരം കാണാൻ നേതൃത്വം തയ്യാറായില്ല. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ ഭൂരിഭാഗം തൊഴിലാളികളെയും പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശമ്പള പ്രശ്നം ജില്ലാ കളക്ടർ ഇടപെട്ടാണ് തുടർന്ന് പരിഹരിച്ചത്. തുടർന്ന് ഈ തൊഴിലാളികൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമരം നടത്തിയ 6 പേരെ സസ്പെൻഡ് ചെയ്യുന്നൊരു നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനുള്ള കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിനാണ് ഈ 6 തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായി. ഈ വിഷയത്തിൽ ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന അടക്കമുള്ള വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്നും CITU നേതൃത്വത്തോട് തൊഴിലാളികൾ ആവശ്യപ്പെട്ടുവെങ്കിലും അതിലും കാര്യമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഈ 120 തൊഴിലാളികളിൽ 103 പേരും ഒരു രാജി സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. CITU നേതൃത്വത്തിന് രാജി കൈമാറിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ മറ്റൊരു തൊഴിലാളി സംഘടനയിൽ ചേരുന്ന കാര്യം ഒന്നും തന്നെ ഇവർ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഒരു പുതിയ സംഘടന, ട്രേഡ് യൂണിയൻ തന്നെ തുടങ്ങാനുള്ള ഒരു നീക്കവും തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വേണു. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.